നിങ്ങൾ ഇതൊക്കെങ്കിലും കേരളത്തിലൊരു ടി വിയുടെ ഫാക്ടറി കണ്ടിട്ടുണ്ടോ? ടി വിയുടെ ഗോഡൗൺ കണ്ടിട്ടുണ്ടോ? ഇന്ത്യയുടെ തന്നെ അഭിമാനമായിട്ടുള്ള ഒരു ബ്രാൻഡ് നിർമ്മിക്കുന്ന ഒരു സാധനം നമ്മുടെ ഇവിടെ തൃശ്ശൂരുണ്ട്. നമ്മുടെ സ്വന്തം കേരളത്തിലെ തൃശ്ശൂരിലുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? അതാണ്ട് കാണിച്ചു തരാം. അതാണ്ട് നിങ്ങളുടെ ഇവിടെ കാണുന്നതെന്ന് പറഞ്ഞാൽ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ടി വി നിർമ്മാതാക്കളുടെ ഒരു ടി വിയുടെ ഒരു ഫാക്ടറിയിലാണ് വന്നത്. അപ്പം കഴിഞ്ഞ ഒരു എപ്പിസോഡ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു സി ജെ സ്മാർട്ടിൻ്റെ കീഴിൽ 2 ബ്രാൻഡുകളാണ് വരുന്നത്. അതായത് ഹ്യൂറിക്സ് അതേപോലെ തന്നെ ചേംബർ എന്ന് പറഞ്ഞ 2 ടി വികൾ കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ നിങ്ങൾക്ക് ഇത്രയും വില കുറച്ച് വേറെ എവിടെയും ടി വികൾ കിട്ടത്തില്ല. അതും ഒരു ഇന്ത്യൻ ബ്രാൻഡ് ഹൈ ക്വാളിറ്റിയിൽ. നമ്മളുള്ള തൃശ്ശൂർ സി ജെ മാർട്ടിൻ്റെ ഗോഡൗണിലാണ്. നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ അവിടെ ജസ്റ്റ് ഒന്ന് മുഖം കാണിച്ചു പോയാൽ നമ്മുടെ വിഷ്ണു ഉണ്ട്, ഇവിടുത്തെ മാർക്കറ്റിങ് കാര്യങ്ങളും എല്ലാം നോക്കുന്നതാണ് അല്ലേ വിഷ്ണു? നമ്മുടെ ഗോഡൗണിൽ ഇഷ്ടംപോലെ ടി വികൾ ഫുള്ള് കാണിച്ചു തരാം. നമുക്ക് അകത്തോട്ടൊന്ന് ജസ്റ്റ് ഫുള്ള് ഇതിൻ്റെ മേളിൽ നിന്ന് നമുക്ക് നോക്കാം. അതിവിശാലമായിട്ടുള്ള ഗോഡൗണാണ്. അതേപോലെ തന്നെ നമ്മുടെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മാനുഫാക്ചറിങ് ബാംഗ്ലൂരിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വരുമല്ലേ? തീർച്ചയായിട്ടും വരും. ഈ എപ്പിസോഡിൽ നിങ്ങൾക്കുള്ള ഗുണമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ചേംബറിൻ്റെ ഹ്യൂറിക്സിൻ്റെ എല്ലാം വിലയും കാര്യങ്ങളും വെച്ചിട്ടുള്ള ഫുൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഇവിടുത്തെ സർവീസിനെ കുറിച്ചും ഇവർ നമുക്ക് 3 കൊല്ലത്തെ സർവീസ് തരുന്നുണ്ട്, അതേപോലെ തന്നെ 2 കൊല്ലത്തെ സർവീസ് തരുന്നുണ്ട് 2 ബ്രാൻഡിനായിട്ട്. നമ്മുടെ ഹ്യൂറിക്സിന് 3 കൊല്ലത്തെ സർവീസും ചേംബറിന് 2 കൊല്ലത്തെ സർവീസ്. മറ്റത് ചേംബറിൻ്റെ 3 കൊല്ലത്തെ സർവീസ് എന്ന് പറയുമ്പോഴത്തേക്ക് 2 കൊല്ലം നമുക്ക് റീപ്ലേസ്മെന്റ് വാറണ്ടി. ഹ്യൂറിക്സിനാണ് നമ്മൾ 3 വർഷം നമ്മൾ സർവീസ് നമ്മൾ വാറണ്ടി തരുന്നത്. ചേംബറിന് നമ്മൾ 2 വർഷം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. നമ്മുടെ ഇതാണ് നമ്മളുടെ പ്രൊഡക്റ്റുകളൊക്കെ ഇതാണ് ഫുള്ള്. അതാണ്ട് 75-ൻ്റെ സാധനം ഇരിക്കുന്നുണ്ടാ. ഈ ഒരു ടി വി 75 ഇഞ്ച് ഫുൾ HD 4K അല്ലേ? ആൻഡ്രോയിഡ് ടി വി. ഈ സാധനം നിങ്ങൾക്ക് 1,10,000 രൂപയ്ക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകാം. ഈ 75 ഇഞ്ച് ഒരു മിനി തിയേറ്ററിന് ഉപയോഗിക്കുന്ന ഇതിൻ്റെ ഡിസ്പ്ലേയിൽ കാണിച്ചിട്ടുള്ള ടി വിയും കാര്യങ്ങളും എല്ലാം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് കാണിച്ചിട്ടുണ്ട്. ഫുൾ ടി വിയുടെ വിലയും കാര്യങ്ങളും ഓഫർ പ്രൈസും എല്ലാം പറയുന്നുണ്ട്. അത് ആ ഒരു എപ്പിസോഡ് നിങ്ങൾ പോയി കാണുക. ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് ഇവരുടെ സർവീസും ഇവരുടെ ക്വാളിറ്റിയൊക്കെ നേരിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അതാ നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാം റാക്ക് ആൻഡിൽ എല്ലാ മോഡൽ ടി വികളും ഫുൾ സ്റ്റോക്കാണ്. അപ്പോൾ ബ്രോ എങ്ങനെയാണ് നമുക്ക് എവിടെയാണ് മാനുഫാക്ചർ ചെയ്ത് ഇവിടെയാണോ കൊണ്ടുവരുന്നത്? നമ്മളുടെ ബാംഗ്ലൂരിലുള്ള നമ്മളുടെ ഔട്ട്ലെറ്റിലാണ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത്. അവിടെ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് നമ്മളുടെ പ്രൊഡക്റ്റ് നമ്മൾ ചൈന സാധനമല്ല, എല്ലാം നമ്മളുടെ ഓൺ ബ്രാൻഡിങ് നമ്മുടെ പ്രൊഡക്റ്റാണ്, ഇന്ത്യൻ മെയ്ഡ് പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ ബ്രോ ഇവിടെ ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ എക്സ്ചേഞ്ചും സംഭവങ്ങളൊക്കെ ഉണ്ട്. അതെ, തീർച്ചയായും. നമ്മൾ പഴയ ടി വികൾ നമ്മൾ എക്സ്ചേഞ്ച് എടുത്തിട്ട് നമ്മളുടെ ടി വി, അതായത് നമ്മളുടെ ഹ്യൂറിക്സിൻ്റെ ടി വികൾക്ക് നമ്മൾ മാക്സിമം എക്സ്ചേഞ്ച് ബോണസുകൾ കൊടുക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന ടി വി അനുസരിച്ച് നമ്മൾ അവർക്ക് എക്സ്ചേഞ്ച് ഓഫേഴ്സ്, നല്ല ഓഫേഴ്സ് കൊടുക്കുന്നുണ്ട്. ആർക്കും തരാത്ത രീതിയിലുള്ള ഓഫേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നേരത്തെ ഞാൻ ഇവിടെ വന്നപ്പം കണ്ടായിരുന്നു 65 ഇതിൻ്റെ ഒരു പുള്ളിക്ക് തന്നെ ചീത്തായ ടി വിക്ക് തന്നെ നല്ലൊരു എക്സ്ചേഞ്ച്. അത് ഞാൻ പറയുന്നില്ല, അതാ ഇവിടെ മൊത്തം ഈ എക്സ്ചേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. പഴയ ടി വിയൊക്കെ നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി ആക്രിക്ക് എടുത്ത് കൊടുക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ എടുത്ത് കളയല്ലേ പതിവ്. ഇവിടെ കൊണ്ടുപോകാം, എന്നിട്ട് ഇവിടെ നിന്ന് ഒരു പുതിയ ടി വി വാങ്ങി അതിൻ്റെ വിലയും കൂടെ കുറച്ച് തരും. അപ്പോൾ അതാ ഇവിടെ ഫുള്ള് നമ്മുടെ ഈ അട്ടിയിടുക എന്നൊക്കെ പറയുന്നത് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. അത്രത്തോളം സ്മാർട്ട് ടി വി ആണ് അത് എൻ്റെ മുമ്പിലിരിക്കുന്ന സ്മാർട്ട് ടി വി ഒക്കെ. വെറും നിങ്ങൾക്ക് സ്മാർട്ട് ടി വി ഒക്കെ നമുക്ക് 15,900 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടല്ലേ? സ്മാർട്ട് ടി വി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 9,999 രൂപ, 32 ഇഞ്ച്. ഓക്കെ, 32 ഇഞ്ച് 9,990 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ സി ജെ സ്മാർട്ടിൽ വന്നിട്ട് ഹ്യൂറിക്സിൻ്റെയോ ചേംബറിൻ്റെയോ 40ക്ക് മേലുള്ള ടി വി എടുത്താൽ മതി. കാര്യം പറഞ്ഞാൽ 40 ഇഞ്ചിൻ്റെ ടി വിക്ക് വരെ 20,000 രൂപയുള്ള വില. അതെ, തീർച്ചയായും. സ്മാർട്ട് ടി വി ആൻഡ്രോയിഡ് വിത്ത് ഗൂഗിൾ വോയിസ് റെക്കഗ്നേഷനൊക്കെ ഉള്ള ടി വി ആണ്. കഴിഞ്ഞ എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ പോയി കാണുക. അത് ഐകാർഡിൽ വന്ന് ഇങ്ങനെ നിങ്ങൾ കാണുന്നു പറയുന്നുണ്ട് അല്ലേ? ഓക്കെ, ഇനി അടുത്ത നെക്സ്റ്റ് നമ്മുടെ ഈ ഫാക്ടറിയിൽ എല്ലാം സ്റ്റോക്ക് ഇവിടെ തന്നെയാണോ? അതെ, നമ്മുടെ സ്റ്റോക്ക് എല്ലാം ഇവിടെ തന്നെയുണ്ട്. നമ്മുടെ പ്രൊഡക്റ്റ് സ്റ്റോക്ക് തീരുന്നതനുസരിച്ച് നമ്മൾ ഫില്ല് ചെയ്ത് കൊണ്ടുവരുമല്ലേ? അപ്പം ഞാനിപ്പോൾ വിഷ്ണു പോണതിന് മുമ്പായിട്ടുണ്ടല്ലേ നമ്മളെ ഈ ഡെലിവറിയും കാര്യങ്ങളും അതൊക്കെ എങ്ങനെയാണ്? ഡെലിവറി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഹ്യൂറിക്സിന്റെ ടി വികൾക്ക് എല്ലാം ഓൾ കേരള ഇൻക്ലൂഡിംഗ് കോയമ്പത്തൂർ വരെ നമ്മൾക്ക് കംപ്ലീറ്റ്ലി ഡെലിവറി കോസ്റ്റ് ഫ്രീ ആയിരിക്കും. അതായത് ഹ്യൂറിക്സിന്റെ ഏത് ഇഞ്ച് മുതലുള്ള? 32 ഇഞ്ച് മുതൽ. 32 ഇഞ്ച് മുതൽ. ഓക്കെ, അതിനും നമുക്ക് ഫ്രീ ഡെലിവറി കൊടുക്കാൻ പറ്റുമോ? നമുക്ക് ഫ്രീ ഡെലിവറി കൊടുക്കാം. ഓൾ കേരള. അതായത് 32 ഇഞ്ച് വെച്ചാൽ 32 ഇഞ്ചിന് എബോവ്, ലൈക്ക് 40 ഇഞ്ച് തുടങ്ങി നമുക്ക് ഫ്രീ ഡെലിവറി കൊടുക്കാം. ഹ്യൂറിക്സിന്റെ കൊടുക്കാം. ചേംബർ ആണെങ്കിൽ 43 ഇഞ്ച് തുടങ്ങി നമുക്ക് ഫ്രീ ഡെലിവറി കംപ്ലീറ്റ്ലി കൊടുക്കാം. ഓക്കെ, അപ്പം നിങ്ങൾ ട്രിവാൻഡ്രം ടു കാസർഗോഡ് കോയമ്പത്തൂർ വരെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾ കേരള ലെവലിൽ. ഇപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഇപ്പോൾ നോർത്ത് ഇന്ത്യ ഇരുന്നിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് ചെയ്യാൻ പറ്റുമോ?
നമുക്ക് അദ്ദേഹം നമ്മളെ ബന്ധപ്പെടുകയാണെങ്കിൽ നമ്മൾ ആ രീതിയിൽ നമുക്ക് ചെയ്യാം. പിന്നെ ഈ ഡെലിവറി ഇപ്പോൾ ഉണ്ടല്ലോ, നിങ്ങളെ പർച്ചേസിനനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്തൊക്കെയാലും ഫ്രീ ആണ്. അപ്പം ചെറിയ ടി വി ആണെന്നുണ്ടെങ്കിൽ ലാർജ് ക്വാണ്ടിറ്റി, ഇപ്പോൾ ഇവിടെ പറയുന്നത് പോലെ നിങ്ങളിപ്പോൾ ഒരു നമ്മുടെ ഈ പിന്നെ ഇലക്ട്രോണിക് ഷോപ്പ് ഓണേഴ്സ് ഉണ്ടല്ലോ, അവരുടെയൊക്കെ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോൾസെയിലിൽ ടി വി കിട്ടുന്ന ഒരു സ്ഥാപനം തൃശ്ശൂരുണ്ട്. 100 പീസ് 500 പീസ് വേണമെന്നുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കും. തീർച്ചയായും നമ്മൾ ബന്ധപ്പെട്ടാൽ നമുക്ക് അതനുസരിച്ച് ചെയ്യാം. ചെയ്തു ഓൾ കേരള നമുക്ക് ഡെലിവറിയും കാര്യങ്ങളും എല്ലാം ചെയ്തു കൊടുക്കാം. നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് അതിന് വേണ്ടിയുള്ള കസ്റ്റമർ സർവീസ് ടീം തന്നെയുണ്ട്. നമ്മുടെ കസ്റ്റമർ സർവീസ് കൂടുതൽ നമ്മൾ എക്സ്പാൻഡ് കൂടി ചെയ്യാണ്. ഓക്കെ, അതിന് വേണ്ടി വർക്ക്സ് ആണ്. ഞാൻ ഇവിടെ വരാൻ നേരം നമ്മുടെ പുള്ളി വിഷ്ണു പറയുന്ന കേട്ടായിരുന്നു, അവിടെ ഫുള്ള് കസ്റ്റമർ കെയറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ ഓൾ കേരള എവിടെ വേണമെന്നുണ്ടെങ്കിലും, അതേപോലെ തന്നെ ബിസിനസ്, നിങ്ങൾക്കിപ്പോൾ ഒരു ടി വി ബിസിനസ് ചെയ്യുന്ന ആളാണ്, ഇലക്ട്രോണിക് ഷോപ്പ് ടി വിയുടെ ബിസിനസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഹോൾസെയിലായിട്ട് പ്രൈസിൽ അത് സ്പെഷ്യൽ റേറ്റ് ആയിരിക്കും. അത് നമ്മൾ റേറ്റ് അവർക്ക് കൊടുക്കാം. തീർച്ചയായും അവർ നമ്മളെ കോൺടാക്ട്. ഇപ്പോൾ നമ്മൾ റീസെയിൽ വിലയല്ലേ നമ്മൾ കഴിഞ്ഞ ഇതിനകത്ത് പറഞ്ഞത്? നമ്മൾ അവിടെ പറഞ്ഞത് റീറ്റെയിൽ റേറ്റ് ആണ്. ഹോൾസെയിലേഴ്സ് താല്പര്യം ഉണ്ടെങ്കിൽ അവർ നമ്മളെ കോൺടാക്ട് ചെയ്താൽ നമ്മൾ അവരായിട്ട് ഡീറ്റെയിൽ കൊടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ആ ഒരു ടെക്നിക്കൽ സൈഡ്, ഇവിടുത്തെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണമെന്നുണ്ട്. അത് പരിചയപ്പെടുത്താൻ ആരായിരിക്കും ഒന്ന് പരിചയപ്പെടുത്തുന്നത്? സന്തോഷ് സാറാണ് നമ്മളുടെ ടെക്നീഷ്യനിലെ ഹെഡ്. അദ്ദേഹത്തിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് ടെക്നിക്കൽ സൈഡും അതേപോലെ തന്നെ ഇതിൻ്റെ ക്വാളിറ്റിയൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമ്മുടെ സാറുണ്ട്. എന്താ പേരെങ്ങനെയാണ്? സന്തോഷ് എന്നാണ്. സാർ ഒരുപാട് കമ്പനികളിൽ സർവീസിന്റെ കാര്യങ്ങൾ നോക്കിയിട്ടുള്ള ആളാണ്. ഹെഡ് സർവീസ് ഹെഡ് ആയിരുന്നു. ടെക്നീഷ്യൻ മുതൽ അതിന്റെ ഏരിയ മാനേജർ വരെ ആയിരുന്നു. ഓക്കെ, അതായത് നമ്മുടെ ടി വി ഇറങ്ങിയ സമയം മുതൽ ഈ ഒരു ഫീൽഡിലുള്ള ആളാണ്. ഓക്കെ, അപ്പം നമ്മുടെ ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്. എല്ലാവർക്കും ഇപ്പോൾ ചൈന ബ്രാൻഡുകളൊക്കെയാണ് ഇപ്പോൾ ഇന്റർനാഷണൽ ബ്രാൻഡായിട്ട് കൊണ്ടു കിടക്കുന്നത്. എന്തുകൊണ്ട് നമ്മുടെ ചൈന ബ്രാൻഡിൽ നിന്ന് നമ്മുടെ ഈ ഒരു ഇന്ത്യൻ ബ്രാൻഡ് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ടി വി, പണ്ടത്തെ നമ്മുടെയൊക്കെ ഉണ്ടല്ലോ ഒനീഡയുടെ ടി വി, അങ്ങനെയൊക്കെയുള്ള ബ്രാൻഡ് ഉണ്ടായിരുന്ന സമയത്ത് ആ ടി വിയൊക്കെ 20 കൊല്ലം 25 കൊല്ലമൊക്കെ ആയിരുന്നു വാറണ്ടി. എൻ്റെ 5 കൊല്ലത്തിന് മുമ്പ് വാങ്ങിയ ടി വി, അത് ഏറ്റവും ഒരു പ്രമുഖ ബ്രാൻഡാണ്. ബ്രാൻഡിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പോഴേതാ ഇവിടെ എല്ലാം വര വീണു തുടങ്ങി. അത് ഡെഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അവർ പ്രീ പ്ലാൻഡ് ആയിട്ട് ഇത് ഈ ഒരു 5 കൊല്ലം ഓടിയാൽ മതി, അത് കഴിഞ്ഞ് നശിക്കണമെന്നുള്ള രീതിയിലാണ് ഇപ്പം മാനുഫാക്ചർ ചെയ്യുന്ന ടി വികൾ. അങ്ങനെയല്ല, അതായത് ഒരു പാനലിന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലൈഫ് ഉണ്ട്. പണ്ടത്തെ എന്ന് പറഞ്ഞാൽ പിക്ചർ ട്യൂബ് ആയിരുന്നു, പിക്ചർ ട്യൂബിന് ലൈഫ് ഉണ്ടായിരുന്നു. പക്ഷേ അതിന് ഇങ്ങനത്തെ ഒരു കംപ്ലയിൻസ് വരില്ല. അതായത് ലൈൻസ് വളരെ കുറവാണ്. അതിൻ്റെ ടെക്നോളജി വേറെ, ഇത് വേറെ ടെക്നോളജിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് വെച്ചാൽ കോഫ് എന്ന് പറഞ്ഞ സാധനങ്ങളുണ്ട്. കോഫ് എന്ന് പറയുന്നത് ഇതിൻ്റെ പാനലിലേക്ക് ബോഡിയിൽ നിന്ന് കണക്ഷൻ കൊടുക്കുന്ന ഇതാണ്. അതിൽ അതിൻ്റെ സ്റ്റിക്കിങ് അതൊരു ഇതിലാണ് വരുന്നത്. അതായത് മെഷീനിലുള്ള സ്റ്റിക്കിംഗ് ആണ്. അതിൽ പ്രശ്നം വരുമ്പോഴാണ് ഈ ലൈൻ പ്രോബ്ലംസ് വരുന്നത്. അത് സ്വാഭാവികമായിട്ട് പലതിനും വരില്ല എന്നൊന്നും പറയണില്ല. അതിനെ റിപ്പയർ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ഉണ്ട്, നിലവിലുണ്ട്. ഇതിപ്പോൾ ഇവിടെ ടി വി ഇങ്ങനെ ചാരി വെച്ചിരിക്കുന്നല്ലോ, ഇവിടെ ഇപ്പോൾ എന്തോ നടക്കുന്നത്? ഇത് ടെസ്റ്റിംഗ് ആണ്. ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മുടെ പുതിയ മാനുഫാക്ചറിംഗ് യൂണിറ്റ് വന്നത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് കസ്റ്റമർക്ക് ഡെലിവറി കൊടുക്കുന്നതിന് മുൻപ് നമ്മൾ ഇതൊക്കെ ഒന്നും കൂടെ റീചെക്ക് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ അത്യാവശ്യം നമ്മൾ എന്തൊക്കെയാണ് ചെക്ക് ചെയ്ത് നോക്കാറുണ്ട്? ഇതിലുള്ള ഇൻപുട്ട്സ് എന്തൊക്കെ ഇൻപുട്ട് ഉണ്ട് ഇതിൽ, അത് വർക്ക് ചെയ്യുന്നുണ്ടോ, യൂട്യൂബ് കണക്ട് ചെയ്ത് നോക്കും, പിക്ചറിന്റെ ക്വാളിറ്റി നോക്കും, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, സ്ക്രാച്ചോ അങ്ങനെ വല്ലതുണ്ടോ, ഒന്നും ഇല്ലാത്ത സാധനങ്ങളാണ് നമ്മൾ. അതായത് നമ്മുടെ ഈ ഡെലിവറി കൊടുക്കുന്നതിന് മുമ്പായിട്ട് എല്ലാം നമ്മൾ അൺബോക്സ് ചെയ്ത് നമ്മൾ പ്രീ ചെക്ക് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പം നമ്മുടെ ഫാക്ടറി ബാംഗ്ലൂർ ഫാക്ടറിയിൽ സാർ തന്നെയാണോ അതിൻ്റെ QC ചെക്ക് ചെയ്യാൻ പോകാറുണ്ട്, ക്വാളിറ്റി കൺട്രോൾ ചെക്ക് ചെയ്യാൻ പോകാറുണ്ട്? ബാംഗ്ലൂർ നമ്മൾ ഉടനെ പോകുന്നുണ്ട്. നമ്മൾ പോയിട്ട് ഫുള്ള് ടി വി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ പണ്ടാണെന്നുണ്ടെങ്കിൽ പിക്ചർ ട്യൂബാണ്, ഇപ്പോൾ നമ്മുടെ ഡിസ്പ്ലേ ആണ് വരുന്നത്. LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിപ്പോൾ എന്താ ചെയ്യുക നമ്മുടെ ടി വി? ടെസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക. സൗണ്ട് കാര്യങ്ങൾ എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് ഇവിടെ ഈ ഒരു സ്ഥലത്ത് നമ്മൾ എന്തൊക്കെയാണ് ചെക്ക് ചെയ്യുന്നത്? ഈ ബോക്സ് അഴിച്ചിട്ട് നമ്മൾ എല്ലാ ടി വി ഒന്നുകൂടെ ചെക്ക് ചെയ്യും. എല്ലാം ഒന്നുകൂടെ അതിന്റെ ഫംഗ്ഷൻസ് എല്ലാം ഒന്നുകൂടെ ചെക്ക് ചെയ്യും. റിമോട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, സ്ക്രാച്ച് ഉണ്ടോ, ഇവിടെ എന്തെങ്കിലുമൊക്കെ പൊട്ടലുണ്ടാവും, ട്രാൻസ്പോർട്ടിംഗ് ഇതൊക്കെ പൊട്ടാം ഒക്കെ ഉണ്ടാവും. അങ്ങനത്തെ ടിവികൾ നമ്മൾ ഡെലിവറി കൊടുക്കത്തില്ല. അത് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തിട്ടാണ് പിന്നെ ഇവിടെ നിന്ന് പോവുള്ളൂ. പിന്നെ ഇവിടെ നിന്ന് പോകും. അതേപോലെ തന്നെ എന്ത് സർവീസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ചെയ്യുന്നുണ്ട്. എല്ലാ ബ്രാൻഡിൻ്റെയും നമ്മളിപ്പോൾ അത്യാവശ്യം എടുക്കുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ടല്ലേ? ഓക്കെ, അപ്പം ഇതാണ്ടേ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാം. ജസ്റ്റ് മേളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഷോട്ട് കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് നമ്മളൊരു സ്ഥാപനത്തിനെ പരിചയപ്പെടുത്തുമ്പോൾ അവിടുത്തെ ആ ഒരു ഫിസിക്കൽ സപ്പോർട്ടിനെക്കാളും നിങ്ങൾക്ക് ഒരു ഓൺലൈൻ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പ്രത്യേകം വിഷ്ണു ഇതിപ്പം നമ്മളുടെ ഇവരാണ് നമ്മളുടെ ബാക്ക് ബോൺ വരുന്നത്. ഇവിടെയാണ് ഫുള്ള് നമ്മുടെ ഈ ഒരു വർക്കും കാര്യങ്ങളും എല്ലാം ചെയ്യുന്ന. അപ്പം എന്തുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കസ്റ്റമർ സപ്പോർട്ടിന് കാര്യത്തിൽ നമ്മൾ ഇവരെ വിളിച്ചാൽ മതി. നമ്മൾക്ക് ഒരു ടീമുണ്ട്. അപ്പോൾ അവർ കറക്റ്റായിട്ട് അത് മോണിറ്റർ ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യും.
ഓക്കെ, എല്ലാ കോൾസും ഇവരാണ് ഡീൽ ചെയ്ത് കസ്റ്റമറോടും എല്ലാവരോടും സംസാരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് സാധാരണ ഇപ്പോൾ ഒരു ഷോറൂമിൽ പോയി ഒരു ടി വി വാങ്ങിക്കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ നമുക്ക് അതിൻ്റെ സർവീസ് തന്നെ ആരെങ്കിലും വിളിച്ച് എന്തെങ്കിലും ഒരു ദിവസം വന്നാലായി. നമ്മൾ പിന്നെ ചില സ്ഥലത്തൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം ടൗൺ ലിമിറ്റിൽ കടയുടെ തൊട്ടടുത്തൊക്കെ കിടക്കുകയാണെങ്കിൽ അവർ പോയി സർവീസ് കൊടുക്കും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മാസങ്ങളോളം കാത്തിരിക്കേണ്ടി വരും. പല ബ്രാൻഡുകളും റീപ്ലേസ് ചെയ്ത് ഒരു കൊല്ലം ആകുമ്പോഴത്തേക്ക് ലാസ്റ്റ് വരുന്ന ടി വി ചീത്തായ ടി വി ആയിരിക്കും, നമുക്ക് പണിയും കിട്ടും. അവിടെ പ്രശ്നം വരത്തില്ല. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്തവർ ഒരുപാട് പേരുണ്ട്. മേളിൽ കസ്റ്റമർ കെയറൊക്കെ ഉണ്ട് അല്ലേ? നമ്മുടെ ടീം ഇതാണ്. നമ്മുടെ മുകളിൽ നമ്മളുടെ അക്കൗണ്ട്സും അതുപോലെ തന്നെ എന്തൊക്കെയാലും നമ്മുടെ ഉണ്ടല്ലോ, നമ്മുടെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഈ ഒരു ഫാക്ടറി മുകളിലോട്ട് കയറിയിട്ട് നിങ്ങൾക്ക് ഫുള്ള് ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പം നമ്മുടെ ഈ ഒരു ഇന്ത്യൻ ബ്രാൻഡ് ഇത്രത്തോളം ഒരു ടി വി എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് നമുക്കും ചെയ്യാൻ പറ്റുമെന്ന് ഇതിന് മുന്നിട്ടിറങ്ങിയ ഇതിൻ്റെ സാരഥിയുണ്ട്, നമ്മുടെ സാറിനെ ഉണ്ട്. അപ്പോൾ ഈ എപ്പിസോഡ് തീരുന്നതിന് മുമ്പായിട്ട് സാറിനെ കൂടെ പരിചയപ്പെടുത്തി നോക്കാം. ഇവിടെ എല്ലാം ഫുള്ള് നിങ്ങൾക്ക് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം ആയിരക്കണക്കിന് ടി വികളാണ് ഫുള്ള് നിങ്ങൾക്ക് റാക്കിൽ സ്റ്റാക്ക് ചെയ്തിരിക്കുന്നത്. ഏത് ടി വി 100 200 എത്രത്തോളം ടി വി വേണോ അത്രത്തോളം ടി വി നിങ്ങൾക്ക് ഇവിടെ നിന്ന് പിന്നെ വിലക്കുറവിൽ ഹോൾസെയിൽ റേറ്റിൽ സ്വന്തമാക്കാം. എപ്പിസോഡിലേക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ഇദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടണം. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഇന്ത്യൻ ബ്രാൻഡ്, അതും കേരളത്തിൽ ഉടനെ തന്നെ തുടങ്ങുമെന്ന് സാറ് പറയുന്നു. അതിൻ്റെ സാഹചര്യങ്ങളൊക്കെ ഓക്കെ ആണെന്നുണ്ട് തുടങ്ങിയത്. സാർ ഒന്ന് പരിചയപ്പെടുത്താം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ. എൻ്റെ പേര് ജിൻഡോ. തൃശ്ശൂർ തന്നെയാണ് സ്വദേശം. നമ്മുടെ ഇവിടെ മാനേജിംഗ് പാർട്ട്ണറിൽ ഒരാളാണ്. അതെ, ഞാനും വൈഫുമാണ്. വൈഫ് അക്കൗണ്ട്സ് നോക്കുന്നു. സാർ ബിസിനസ് ബാക്കിയുള്ള എക്സ്പാൻഷനും കാര്യങ്ങളും എല്ലാം. അതെ. ഞാനൊന്ന് ചോദിക്കട്ടെ, കേരളത്തിൽ ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ടി വിയുടെ ലൈനപ്പും ഗോഡൗണും കാര്യങ്ങളും എല്ലാം നമ്മൾ താഴെ കണ്ടു. മാനുഫാക്ചറിങ് യൂണിറ്റ് കേരളത്തിലോട്ട് എന്ന് കൊണ്ടുവരും? അടുത്ത് തന്നെ കൊണ്ടുവരും. നമ്മളിവിടുത്തെ പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു മോസ്റ്റ്ലി ഒരു ഡിസംബറിലോ ജാനുവരിയിലോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇവിടെ. അതെ. ഓക്കെ, നമ്മുടെ ഈ ഒരു നമ്മുടെ ഉണ്ടല്ലോ, നമ്മൾ പല വിധമുള്ള ബ്രാൻഡുകളുണ്ട്, ടി വികൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ ഈ ഒരു ഇന്ത്യൻ ബ്രാൻഡിന് നമ്മുടെ ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുന്ന ആ ഒരു ക്വാളിറ്റിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കിയിട്ടുള്ളത്? നമുക്കിപ്പം വേണമെന്നുണ്ടെങ്കിൽ പല ടി വികളും ഇപ്പോൾ ചൈന മാർക്കറ്റിൽ തന്നെ നമുക്ക് അസംബിൾ ചെയ്ത് നമ്മൾ എത്ര പീസ് പറയുന്നത് നമ്മളെ പേരിൽ വേണമെങ്കിലും അൻഷാദ് ടി വി എന്ന് പറഞ്ഞാൽ എൻ്റെ പേരിൽ അടിച്ചു തരും. അപ്പോഴത്തെ എന്തുകൊണ്ട് വ്യത്യസ്തമായിട്ട് നമ്മുടെ ഹ്യൂറിക്സും ചേംബറും വെച്ചാലേ ടി വി എന്ന് പറഞ്ഞാൽ ഓൺലൈനിലും ഇമ്പോർട്ട് ചെയ്യാനൊക്കെ വളരെ സുഖമാണ്. ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ സുഖമായിട്ടാണ്. പക്ഷെ 1 year വാറണ്ടി ഉള്ളൂ. പിന്നെ ഇവർക്ക് സർവീസ് സെന്റേഴ്സ് ഇല്ല. ഇവർ ചെയ്യുന്നത് അതായത് ലോക്കൽ സ്ഥലത്തുള്ള ഏതെങ്കിലും ഒരു ടെക്നീഷ്യനോട് ടൈപ്പ് ആയിട്ട് അവിടെ പോയി സർവീസ് ചെയ്ത് കൊടുക്കുമെന്ന് ചോദിക്കില്ല. അത് ആദ്യത്തെ ഒരു വട്ടം ചെയ്യും. രണ്ടാമത് എന്തെങ്കിലും വന്നാലോ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഒരു ഈ ടോൾ ഫ്രീ നമ്പേഴ്സൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഒരിക്കലും അത് അവർ ഒരു കൊല്ലമൊക്കെ കഴിയുമ്പോഴേക്കും അവർ പിന്നെ അത് വിട്ടുകളയും. ഓൺലൈൻ പർച്ചേസ് ചെയ്ത എല്ലാവരും ഇപ്പൊ ഇവിടെ നമ്മുടെ കസ്റ്റമേഴ്സ് മിക്കതും ഓൺലൈൻ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു കൊല്ലം കഴിഞ്ഞ് ടി വി കംപ്ലൈന്റ് ആയിട്ട് വന്ന് വാങ്ങിയവരാണ് നമ്മുടെ മെയിൻ കസ്റ്റമേഴ്സ്. അതെ. ഓക്കെ, അപ്പം വേറെ ഒന്നുമല്ല, ഇപ്പം പിന്നെ നമ്മുടെ സാധാരണ ഇപ്പം മാർക്കറ്റിലുള്ള ടി വി 1 year ഒക്കെ വരുന്നുള്ളൂ വാറണ്ടി. പിന്നെ അതിനുശേഷം നമ്മൾ എക്സ്റ്റൻഡ് വാറണ്ടി ആ ടി വിയുടെ തന്നെ പകുതി പൈസ അവർ വാങ്ങിക്കുന്നുണ്ട്. ഇവിടെ ചെറിയൊരു എമൗണ്ടിൽ നമുക്ക് എക്സ്റ്റൻഡ് വാറണ്ടി ചെയ്ത് കൊടുക്കാൻ പറ്റും. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെയും കണ്ടിട്ടില്ല 3 കൊല്ലം വാറണ്ടി, എവിടെയും ഞാൻ കണ്ടിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ 2 കൊല്ലം നിങ്ങൾക്ക് റീപ്ലേസ്മെൻറ്റ് വാറണ്ടി, 1 year സർവീസ് വാറണ്ടിയാണ്. പിന്നെ സർവീസ് വാറണ്ടി ടൈമിൽ സർവീസിൽ ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ചെറിയ ചിപ്പോ അല്ലെന്നുണ്ടെങ്കിൽ മദർ ബോർഡിൽ എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻറ്റ് ആണ്, ചെറിയ സർവീസ് ചാർജ് മാത്രമേ വരുള്ളൂ. അത് 3 year കഴിഞ്ഞിട്ട് 3 year വരെ അതും വരില്ല, വരില്ല. ഓക്കെ, അപ്പം നമ്മുടെ ഇതിപ്പോ ഈ ഒരു ബ്രാൻഡ് നമ്മളിപ്പോ കൊണ്ടുവന്നിട്ട് ഇപ്പൊ എത്ര കൊല്ലത്തോളമായി? നമ്മളിപ്പോ ഒരു 1.5 years ആയിട്ടുണ്ട് നമ്മളിപ്പോ മാർക്കറ്റിൽ നിൽക്കുന്നു. ഇപ്പോഴാണ് നമ്മളൊന്ന് പുറത്തേക്ക് ആൾക്കാരോട് അഡ്വർടൈസ് ചെയ്ത് കാര്യങ്ങൾ അറിയിക്കുന്നത്. ഇതുവരെ ഇവിടെ സെയിലുകൾ നടന്നുകൊണ്ടിരുന്നിരുന്നു. അതെ. ഓക്കെ, എന്തൊക്കെയായാലും നമ്മുടെ ഈ പറയുന്ന CJ സ്മാർട്ട് എന്നുള്ളത് നമ്മുടെ ഇന്ത്യയുടെ കളിയൊക്കെ കാണുമ്പോഴത്തേക്ക് സൈഡിൽ ഇങ്ങനെ എഴുതി കാണിക്കണം. അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ. എന്തൊക്കെയായാലും നമ്മുടെ കേരളത്തിൽ ഇത്രയും നല്ലൊരു പ്രസ്ഥാനം കൊണ്ടുവരുന്നതും നമ്മുടെ ഒരു ഇന്ത്യൻ പ്രോഡക്റ്റാണ്. നമ്മളൊരു ഒരുപാട് ചൈന സാധനങ്ങളും ഇതെല്ലാം വാങ്ങി നമ്മൾ ഒരുപാട് നമ്മുടെ പൈസ വളരെ ദൂർത്തടിച്ച് നമ്മൾ കളയാറുണ്ട്. ഈ ഒരു ഇന്ത്യൻ ബ്രാൻഡ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾ വാങ്ങിയില്ലെന്നുണ്ടെങ്കിലും നമ്മുടെ തൃശ്ശൂർ നമ്മുടെ റൈസ് ബസാർ റോഡിലുള്ള നമ്മുടെ CJ സ്മാർട്ടിൻ്റെ ഷോപ്പിൽ വരും, ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യും. സൗണ്ട് ഒന്നും നമ്മൾ കൂടുതൽ ടി വിയുടെ ഒന്നും കാണിക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോപ്പിറൈറ്റും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ടാണ്. വെൽ ക്വാളിറ്റി സൗണ്ടാണ്. അതേപോലെ തന്നെ വിഷ്ണു നമ്മുടെ ഹ്യൂറിക്സിൻ്റെ കൂടെ നമ്മൾ സൗണ്ട് ബാർ ഫ്രീ കൊടുക്കുന്നതല്ലേ?
ഹ്യൂറിക്സിൻ്റെ കൂടെ നമ്മൾ സൗണ്ട് ബാറും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ സാർ വന്ന് സഹകരിച്ചതിലും നമുക്ക് നല്ലൊരു ബ്രാൻഡ് നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ കൊണ്ടുവന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. അതേപോലെ ഇതാണോ വൈഫാണോ സാറിൻ്റെ? കൗൺസിലാണല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാലും മാഡത്തിൻ്റെയും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് സപ്പോർട്ടും കാര്യങ്ങളും കിട്ടും. അപ്പോൾ ഇവർ ഫുൾ ഫാമിലി ആയിട്ട് നല്ലൊരു ബ്രാൻഡ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണല്ലേ. സെയിൽസൊക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ട് പോകുന്നുണ്ടല്ലേ. ഓക്കെ, അപ്പോൾ ഇവരെല്ലാവരും കാണും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ വിഷ്ണു നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പം വീണ്ടും അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ താങ്ക് യു സോ മച്ച് സാർ. അപ്പോൾ നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരു ബൈ പറഞ്ഞോളൂ. ബൈ, താങ്ക് യു.